നല്ല മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അൽ ഹൈസം ഫോർട്ട് അഥവാ കാസ്റ്റിൽ എന്ന് പറയുന്ന റുസ്താഖിലെ ലൊക്കേഷനിലേക്കാണ്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 128 കിലോമീറ്ററാണ് ഈ ഒരു ഫോർട്ടിലേക്കുള്ളത്. അത് നിങ്ങൾ എക്സ്പ്രസ് വേ ത്രൂ ആണ് പോകണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ട്രാഫിക് ഇല്ലാതെ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് അവിടെ എത്താം. അതേപോലെ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടാനായിട്ട് ഗൂഗിളിൽ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ നമ്മുടെ ഒരു 1.5 മണിക്കൂർ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ ഏകദേശം എത്തിച്ചേർന്നു. അത്യാവശ്യം ലോങ്ങിൽ തന്നെ കാണാം. എന്നാൽ അത്ര വലുതുമല്ല, എന്നാൽ അത്ര ചെറുതുമല്ല. പേര് സൂചിപ്പിക്കും പോലെ തന്നെ നല്ലൊരു കോട്ട തന്നെയാണ്. കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിലുള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കി കാര്യങ്ങളൊക്കെ ആ കോട്ടയുടെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോട്ടയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ട മുതലെന്ന് പറയുന്നത് ഈ ഒരു മുതലാണ്, ഈ ഒരു സുന്ദരക്കുട്ടപ്പനാണ്. അത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം, കുതിരയല്ല കഴുതയല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ കുട്ടികളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സവാരി ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം 1 റിയാലാണ് അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ കോട്ടയുടെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ഒരു കാർ പാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഈ കോട്ടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. ഏകദേശം കണ്ട പഴയ കാലത്തെ ആ കോട്ടയുടെ എന്താ പറയുക അനുസ്മരിക്കുന്ന രീതിയിലുള്ള, അനുസ്മരിക്കുക എന്നല്ല, പഴയ കാലത്തെ കോട്ട തന്നെയാണ്. അത് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഒരു നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു മാത്രം. അപ്പോൾ നമുക്ക് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറാം. കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. വലിയ ആളുകൾക്ക് 1 റിയാലും കുട്ടികൾക്ക് 500 പൈസയും. പിന്നെ ഇവിടെ ടൈം വരുന്നത് സാധാരണ ദിവസങ്ങളിൽ 7:30 മുതലും അല്ലാത്ത ദിവസങ്ങളിൽ 9 മണി മുതലും വൈകിട്ട് 6 വരെ. ഇപ്പോൾ നമ്മൾ ഈ കോട്ടയ്ക്ക് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തു, അതായത് ആ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ കണ്ടറിയാം. ഏകദേശം നല്ലൊരു തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാനോ ഇരിക്കാനൊക്കെ ഉള്ള ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസിൻ്റെ 2 സൈഡുകളായിട്ട് ചെറിയ 2 പീരങ്കി ഇതേപോലെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കോട്ടയുടെ ഉള്ളിലേക്ക് കയറാം. കയറാൻ മുന്നായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഒമാനിയുടെ കയ്യിലൊക്കെ ചെറിയൊരു റിമോട്ട് സെറ്റപ്പ് കാണുന്നുണ്ടല്ലോ, അതൊരു ഗൈഡാണ്. അതായത് ഒരു ഇലക്ട്രോണിക് ഗൈഡ്. ഓരോ സ്പോട്ടൊക്കെ എത്തി കഴിയുമ്പോൾ നമ്പർ ഇട്ട് ചെറിയ കോഡ് സഹിതം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ ഇംഗ്ലീഷിലായിട്ടും അറബിക്കിലായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറണ ഈ പ്രധാന കവാടാണ്. ഈ പ്രധാന കവാടത്തിലെ ഈ ഒരു വാതിലെന്ന് പറയുന്നത് ഒരു 3-4 ആൾ വേണം, എന്നാലാണ് അതൊന്ന് തുറക്കാൻ തന്നെ പറ്റുള്ളൂ. അത്രയും ഹെവിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ഒരു ലെഫ്റ്റിലൊരു ഇത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ അപ്പുറത്തപ്പുറത്തായിട്ട് ചെറിയ 2 പീരങ്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കോട്ട ഏകദേശം 18th സെഞ്ച്വറിയിൽ പണി കഴിച്ചതാണ്. 1708 എന്നൊക്കെയാണ് ഇതിൻ്റെ വർഷമൊക്കെ പറയുന്നത്. എന്നാലും അതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയും അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്നാലും ഈ കോട്ട ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയി പണിതുകൊണ്ട് തന്നെയല്ലേ. ഈ കോട്ടയുടെ ഉള്ളിൽ കൂടെ ത്രൂ ഔട്ട് പോകുമ്പോൾ തന്നെ പല പല സ്ഥലങ്ങളായിട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും അറബിക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ഉള്ളിൽ കൂടെ പോയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡ് ഒന്ന് പിടിച്ചു പോവാം. ഇത് നോർമൽ ഒരു റൂം പോലെ തന്നെ അവിടെ നമ്മുടെ റാന്തൽ വിളക്കൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇത് സാധാരണ ഒരു കോട്ടയല്ല, ഒരുപാട് അണ്ടർഗ്രൗണ്ടും ഒക്കെ ഉള്ള കോട്ടയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോർഷനുകളൊക്കെ അവർ ഗ്രില്ലൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. കണ്ട ഇതൊരു അണ്ടർഗ്രൗണ്ടാണ്. ഈ ഒരു പോർഷനൊക്കെ അതിലേക്ക് ആളുകൾ വീഴാണ്ടിരിക്കാനായിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് അവർ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ റൂം ഏതായിരുന്നു എന്നുള്ളത് ഒരു വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട ഇത് ഡേറ്റ് സ്റ്റോറാണ്. അതായത് ഈന്തപ്പഴമൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള ഒരു റൂം, അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു റൂമെന്നാണ് പറയണത്. അപ്പോൾ അത് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കണക്കാക്കിയാണ് ഈ റൂം അവർ പണിതിട്ടുള്ളത്. അപ്പം ഇപ്പോഴല്ല, 1708 ആലോചിക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് പണിതപ്പോൾ ഉള്ള ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഏകദേശം ഒന്ന് റൗണ്ടായിട്ടാണ്, നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. ജസ്റ്റ് ഈ ഒരു ഏരിയ ഇത്ര വരെ പോവാം നമുക്ക്. അതേപോലെ ഈ കാണുന്ന തോൽക്കുടങ്ങളിലൊക്കെ ആയിരിക്കും ഈന്തപ്പഴം സൂക്ഷിച്ചിട്ടുണ്ടാവുക. അതുപോലെ തിണ്ട് പോലെ വരമ്പ് പോലെയൊക്കെ കുറേ കളങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പണ്ട് കാലത്തുള്ള എന്തെങ്കിലും ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈന്തപ്പഴം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള എന്തെങ്കിലും ചെറിയ സെറ്റപ്പുകൾ. പിന്നെ ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു സ്റ്റെപ്പാണ്. ചെറിയൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, വലിയൊരു സ്റ്റെപ്പ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ തന്നെ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കയറി നോക്കട്ടെ. പിന്നെ ഈ കോട്ടയുടെ ചില ഏരിയ ഒക്കെ ഭയങ്കര ഇടുങ്ങിയതാണ്. അതേപോലെ തലയൊക്കെ മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവർ മൈൻഡ് യുവർ ഹെഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തലയൊക്കെ മുട്ടാതെ വളരെ സിമ്പിളായിട്ട് പോവാം. ഈ പടികൾ ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്തൊക്കെ മുട്ടുമഴയണ പോലെ വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഇതേപോലെ ഒരാൾ കയറണ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ട ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്.
പിന്നെ ഈ കോട്ട ഞാൻ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മളത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്താലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറേയൊക്കെ നമുക്ക് ഒരു നിഗൂഢത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നോക്കിയാൽ മതി, മിക്ക റൂമുകളിലും ജനലകളില്ല. അതിന് പകരം ഇടനാഴികളാണ് അവർ കൊടുത്തുന്നത്, അതായത് വായു പാസിങ് ഉണ്ടാവാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, ഒരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് മിനിമം വഴി തെറ്റിയിരിക്കും. അങ്ങനെ നമ്മൾ വന്ന് നോർത്ത് ഗൺ ടവറിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോർത്ത് ഗൺ ടവറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഗണ്ണുകളുണ്ട് നമുക്ക് നോക്കാം. ഇത് നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള യുദ്ധങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ തീത്തുപ്പും പീരങ്കി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതേ പീരങ്കിനെയാണ് ഇവിടെ ഇതിനുള്ളിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ ഗണ്ണുകളുടെയും ഹിസ്റ്ററി വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളൊക്കെ ഇതൊക്കെ റെഫർ ചെയ്യാം. ഈ റൂം മൊത്തം വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ പീരങ്കികളാണ്, അതുപോലെ ഹെവിയാണ് ഒക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാനും നല്ലതാണ്. അതേപോലെ ഇതിനെപ്പറ്റി പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു പീരങ്കി ആയിട്ടപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക, ചിത്രങ്ങളുടെ രൂപത്തിൽ വരെ അവർ ഇതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ കുറച്ച് ഹെവി ആണെങ്കിലും എന്താ പറയുക, ഒരു റോയൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ വക പീരങ്കികൾക്കൊക്കെ. അപ്പോൾ ഈ നോർത്ത് ഗൺ ടവറിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഈ അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ നടന്ന ലൊക്കേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് കയറി മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റിലിൻ്റെ ടോപ്പിലേക്ക്, അതായത് റൂഫിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് റൗണ്ടായിട്ടുള്ള വാളുകളൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം സെൻട്രൽ പോർഷനിലേക്ക് എത്താം. സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ അതായത് ഏറ്റവും ടോപ്പാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ കാണുന്ന ഈ ഒരു ഏകദേശം ഒരു ഏരിയ ആണ്. ഇതിൻ്റെ മുകളിൽ ഇത്ര ഏരിയ ഉണ്ട്. കൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് ചുറ്റും കുറച്ച് റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിൽ ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനിലാണുള്ളത്. മുകളിൽ നോക്കി കഴിഞ്ഞാൽ താഴെ ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ 90% ഈ മണ്ണിൻ്റെ കളറായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു റോയൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു സംഭവം കണ്ടത്, നമ്മുടെ വീടുകളുടെ ഏറ്റവും ടോപ്പിലാണല്ലോ നമ്മൾ ടാങ്കൊക്കെ, അതായത് വാട്ടർ ടാങ്കൊക്കെ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ ഒരു വാട്ടർ ടാങ്ക് കണ്ടു. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ഒരു ഏരിയയിലാണ് ഒരു വെള്ളം സംഭരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അന്നത്തെ കാലത്ത് പോലും ഈ വെള്ളത്തിനെ പറ്റിയൊക്കെ എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത്. ഈ കോട്ടയുടെ ബാക്കിൽ ചെറിയൊരു ഈന്തപ്പനയുടെ ചെറിയൊരു തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലൊക്കെ പോയിരുന്ന് കഴിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ചെറിയ കനാൽ പോലെ വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി സ്റ്റെപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് കയറി നോക്കാം. ഈ സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ കോട്ടയുടെ പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ ഇവിടെ അധികം നേരം നിന്ന് നമ്മൾ കരിഞ്ഞു പോകും, കാരണം ഏറ്റവും ടോപ്പുമാണ്. അതുപോലെ നല്ല വെയിലുണ്ട്, നല്ല ഉച്ചസമയമായിട്ടുമുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ചുറ്റുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഏറ്റവും ടോപ്പായിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഒരു കൊടിമരം കൂടി അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കിടന്ന് ഒമാൻ്റെ പതാക നല്ല പാറി പറക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ കോട്ടയുടെ പുറകിലായിട്ട് ഈന്തപ്പനയ്ക്കുള്ള ചെറിയൊരു കൃഷിയിടം. അവിടെ ഒരുപാട് ആളുകൾ വന്ന് വിശ്രമിക്കാനും അതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് കണ്ട ഒരു റൂമിൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ട്, അവിടേക്ക് ഒന്ന് കയറി നോക്കാം. വളരെ ഇടുങ്ങിയൊരു വഴിയുടെ പോലെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരണത്. ഇവിടെ ഒരു കിളിവാതിലൊക്കെ കാണുന്നുണ്ട്. കണ്ടാ, നമ്മുടെ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ ഒരു കിളിവാതിൽ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഇടുങ്ങിയതെന്ന് പറയണമെങ്കിൽ അതിന് വലിപ്പം കാണുന്നുണ്ടെങ്കിൽ ഒരാൾ ഇരുന്ന് കാണിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ട, ഇത്രയും വലിപ്പമുള്ളൂ. ഒട്ടും തന്നെ സ്പേസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഭടന്മാർക്കൊക്കെ വന്ന് ഒളിഞ്ഞിരിക്കാനും ഒളിച്ച് എന്താ പറയുക വീക്ഷിക്കാനുള്ള ഒരു പോയിന്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരുപാട് റൂമുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ വേറെ റൂമിലേക്ക് നമുക്ക് കയറി നോക്കാം. ഒരെണ്ണം ലോങ് റൂമാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ വളരെ ലോങ് ആയിട്ട് നല്ല നീളത്തിലാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ പെട്ടികൾ, അതുപോലെ പല സാധനങ്ങളും പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുള്ളതൊക്കെ ഇവരിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഷെൽഫുകൾ, അതിൽ കുറേ കൂജുകൾ കാണുന്നുണ്ട്, ചെറിയ തോക്കുകൾ കാണുന്നുണ്ട്, അതുപോലെ ഒരുപാട് പാത്രങ്ങൾ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ കോട്ടപ്പെട്ടികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. ഇത്രയൊക്കെയുള്ള ഈ ഒരു മുറിയിൽ നിങ്ങൾക്ക് അടുത്ത മുറിയിലേക്ക് പോയി നോക്കാം. അടുത്ത റൂം എന്ന് പറയുന്നത് ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഗസ്റ്റ് റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം.
അപ്പോൾ ഇതിനുള്ളിൽ വരുമ്പോൾ തന്നെ ഒരു ഗസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. കണ്ട, ഒരു ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ഗസ്റ്റിന് എന്തൊക്കെ കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത്. ഇതും മുന്നത്തെ റൂമിൽ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ, കൂജകൾ, അതേപോലെ പരിമളം തെളിക്കണ ആ സംഭവം കാണുന്നുണ്ട്, വാള്, ഇങ്ങനെ പിന്നെ ഭരണിയൊക്കെ നമ്മൾ ഇപ്പോഴത്തേക്ക് ആയിരിക്കാം, ഭരണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ഗസ്റ്റിന് റൂമിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവരുടെ തൂക്കിയിട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ മരത്തിൻ്റെ ചെരുപ്പ് വിൽക്കാനുള്ളൊരു ഏരിയ, അങ്ങനെ പണ്ടത്തെ കാലത്ത് എന്തൊക്കെയാണോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഗസ്റ്റുമായി ബന്ധപ്പെട്ടതൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ള ഈ റൂമിൽ നമുക്ക് അടുത്ത റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കയറാൻ പോണ റൂമാണ് ആൺകുട്ടികളുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഇത് നമ്മൾ സാധാരണ ഒരു റൂം തന്നെ, കുറച്ചും കൂടി സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് കഴിയാനുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെയാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആൺകുട്ടികളുടെ 2 മോഡലും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ കോട്ടപ്പെട്ടി ഉണ്ട് കേട്ടോ, അത് ഇപ്പോഴാണ് കണ്ട. ഇപ്പോൾ കോട്ടപ്പെട്ടി പണ്ടത്തെ കാലത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോട്ടപ്പെട്ടിയും കൂടി ഇവിടെ ഉണ്ട്. നമ്മൾ പോണത് ഇമാമിൻ്റെ ബെഡ്റൂമിലേക്കാണ്. മുന്നേ കണ്ട ബെഡ്റൂം തന്നെ അവിടെ നിന്ന് വ്യത്യാസമായിട്ട് ചെറിയൊരു തൊട്ടിൽ കാണുന്നുണ്ട്, പിന്നെ ചെറിയ തോൽക്കുടങ്ങൾ കാണുന്നുണ്ട്, ചെറിയ ഷെൽഫ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട്. ബാക്കിയൊക്കെ ഏകദേശം സിമിലർ തന്നെ. അതേപോലെ കുറച്ച് ആഭരണങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് മറ്റുള്ള റൂമുകൾ കണ്ട പോലെ തന്നെ പാത്രങ്ങൾ, ചെരുപ്പുകൾ, അതിൽ കോട്ടപ്പെട്ടികൾ, ഇതൊക്കെ എല്ലാം സെയിം തന്നെ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു അയൺ ബോക്സ് കാണുന്നുണ്ട്. പക്ഷേ ഈ അയൺ ബോക്സിൽ വയറൊക്കെ കാണുന്നുണ്ട്. അന്നത്തെ കാലത്ത് വയറൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു റൂമിലെ സെറ്റപ്പ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. അടുത്ത് പോകുന്നത് ഗേൾസ് ബെഡ്റൂമാണ്. നമ്മൾ ബോയ്സിൻ്റെ റൂമിൽ ബോയ്സിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ പെൺകുട്ടികളുടെ 2-3 മോഡലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ റൂം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആഭരണം വയ്ക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മറ്റുള്ള റൂമുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് എനിക്ക് ഇവിടെ തോന്നിയത് കണ്ണാടിയാണ്. അത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. ബാക്കി പിന്നെ മറ്റുള്ള റൂമുകളുണ്ടായിരുന്ന അത് ഐറ്റംസ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ഈ കോട്ടയുടെ ഏകദേശം മോൾ ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇവിടുന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ അതേപോലെ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ തലയിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ചില സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോഴാണ് ഞെട്ടിപ്പോവുക. കണ്ടത് ഇവിടെ ഒരു വല്യപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടില്ല, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഈ ഒരു റൂമിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ചെറിയ ഗ്രില്ലൊക്കെ ഇട്ടിട്ടൊരു സംഭവം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ എന്താ പറയുക നൈസായിട്ടൊന്ന് പൂട്ടിയിടാനുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ആയിരിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം. അതായത് ജനലില്ലാത്തടത്തൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ വായുവൊക്കെ കയറാനായിട്ടുള്ള ഹോൾ ഇട്ടണത്. അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോയി. ഇപ്പോൾ സൗത്ത് ഗൺ ടവർ എത്തി. അതായത് നേരത്തെ നമ്മൾ നോർത്ത് പോയായിരുന്നു. അതേപോലെ തന്നെ ചെറിയ എന്താ പറയുക വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഓരോ പീരങ്കികളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ പീരങ്കിയുടെ ബാക്കിൽ ഇങ്ങനെ മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ടല്ലോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തും ഇതേപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി എന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ വീണ്ടും പഴയൊരു സ്പോട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് പോലെ ചെറിയൊരു സെറ്റപ്പ് കണ്ടായിരുന്നു. നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടെങ്കിലും എന്താ പറയുക ആ ഒരു സ്പോട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ലൈറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ഓൺ ആവുന്നുണ്ട്. ഇത് വീണ്ടും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ സെറ്റപ്പുകൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് വേറെ ഒന്നല്ല, ഇതൊരു അറയാണ്. അത് അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് രക്ഷപ്പെടാൻ കണക്കാക്കി ഒരു അറ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ആളുകൾ നുഴഞ്ഞ് ഇറങ്ങി പോകാന്നുള്ളതിൻ്റെ ഒരു മോഡൽ അവിടെ വെച്ചതാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഇടയ്ക്ക് വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ചെന്നപ്പോഴാണ് ആദ്യം തന്നെ പോയായിരുന്ന ആ ഒരു ഗൺ ടവർ എത്തിയത്. അതായത് നോർത്ത് ഗൺ ടവർ സെയിം സ്പോട്ടിലേക്കാണ് ബൈ മിസ്റ്റേക്ക് വീണ്ടും ചെന്നെത്തിയത്. പിന്നെ ഇവിടെ നിന്നാണ് പോയി കഴിയുമ്പോൾ വേറൊരു റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നീളത്തിലുള്ള റൂമാണ്. അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പോൾ ഈ കോട്ടനെ സംബന്ധിച്ച് അതിൻ്റെ ജിയോളജിക്കലായിട്ടുള്ള കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ചില്ലുകൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് പല സാധനങ്ങൾ കണ്ടുപിടിച്ചതിലുള്ള കുറേ ശിലാരൂപങ്ങളൊക്കെയാണ് ഇവരിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ജിയോളജിക്കലായിട്ട് കുറേ ഫോസിലൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവർ വ്യക്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യാം. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഏരിയ എന്ന് പറയുന്നത് ഗാർഡറോബാണ്. അതായത് പണ്ടത്തെ കാലത്ത് തടവ് പുള്ളികളൊക്കെ ഇടുന്ന ചെറിയൊരു ഏരിയയാണ്. ഇപ്പോഴത്തെ കാലത്തുള്ള ജയിൽ സെറ്റപ്പ് അല്ല. അതായത് പണ്ടത്തെ കാലത്ത് ചെറിയൊരു റൂം പോലെ അവിടെ നമ്മുടെ കയ്യിലൊക്കെ ചങ്ങലിട്ട് ബന്ധിച്ച് നമ്മളെ ഒരു പൂട്ടിയിടും. ആ ഒരു ഏരിയ ആണത്. ഇവിടെ എത്ര ആളൊക്കെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും കൊന്നിട്ട് വരെ ഉണ്ടാവാം, ഒന്നും പറയാൻ പറ്റില്ല. അധികം നേരം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, വേഗം പോവാം.
ഈ ഒരു റൂമിൻ്റെ സെറ്റപ്പിൽ നമ്മൾ വേറൊരു പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഹാള് പോലെയാണ്. അവിടെയാണ് കുറച്ചിങ്ങനെ തോക്കുകൾ കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതേപോലെ ആരെങ്കിലും ജയിലിലേക്ക് ഇടണമെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ സോൾജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, എസ്പെഷ്യലി ഇങ്ങനെ എന്താ പറയുക, ഒരു മുനപ്പൊക്കെ ഉള്ള പാത്രങ്ങൾ, കയ്യിലുകൾ, തവികൾ, അങ്ങനെ ഒരുപാട് സെറ്റപ്പുകളൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ. ഈ ഒരു ഹാളിലുള്ള കോട്ടപ്പെട്ടികളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് കുറച്ച് ലെങ്തിയാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തെ വാളുകൾ, പരിചകൾ, അങ്ങനത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ആയുധങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ കണക്കാക്കിയിട്ടുള്ള പെട്ടികളാണ്. ഇനി നമ്മൾ ഇമാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് കയറുന്നത്. ഈ റൂം സാധാരണ റൂമുകൾ പോലെയല്ല, കുറച്ച് വെറൈറ്റിയാണ്. അതുപോലെ മുകളിലേക്ക് കയറിയിട്ട് കട്ടിൽ പോലെ കിടക്കാൻ കണക്കാക്കിയിട്ട് ഒരു പോർഷനൊക്കെ ഒരു സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വായു കയറാനുള്ള ഇടവഴികളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഞെട്ടിപ്പോയൊരു സംഭവമാണ്. വേറെ ഒന്നല്ല, ഒരു ആളുകളെ ജയിൽ പോലെ താഴത്തേക്ക് ഇങ്ങനെ ഇടണ ഒരു സെറ്റപ്പാണ്. അതിലൊരാളൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു മോഡൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൈവായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരുകളൊക്കെ ഇത് കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. അടുത്താണ് നമ്മൾ ആയുധപ്പുരയിലേക്ക് പോണത്. അപ്പോൾ ആയുധപ്പുരയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ഒരാൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മോഡലും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആയുധപ്പുരയിലും ചെറിയൊരു രഹസ്യ അറയുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആയുധങ്ങളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനും മറ്റും ആയിരിക്കാം. ഇത്ര വർഷം മുന്നും പണിതാണെങ്കിലും അന്നും ഇതിനുള്ളൊരു ഓപ്ഷനൊക്കെ അവർ ഇട്ടിട്ടുണ്ടെന്നുള്ളത് എന്താ പറയുക, അതിശയം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാണുന്നതാണ് ഇമാമിൻ്റെ മോസ്ക് എന്ന് പറയുന്നത്. അത് കുറച്ച് ഡാർക്കുമാണ്, അതുപോലെ വളരെ ഇടുങ്ങിയുമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ കയറാൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുപോലെ ഭടന്മാരും വേറൊരു മോസ്ക് കാണുന്നുണ്ട്, ചെറിയൊരു തുരങ്കം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ. ഇനി അടുത്തൊരു റൂം എന്ന് പറയുന്നത് ഖുറാൻ പഠിക്കാനുള്ള മദ്രസയാണ്. അപ്പോൾ പണ്ട് കാലത്ത് അതിനുള്ള ഒരു ഓപ്ഷനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് എന്താ പറയുക, നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി തന്നെയാണ്. ഇപ്പോൾ ഇവിടുന്ന് ചെറിയ സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മോളിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വളരെ പണ്ട് നിലനിന്നിരുന്ന ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ലൈവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതേപോലെ ഈ ചെരുപ്പൊക്കെ കണ്ട പുറത്തഴിച്ചിട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും പരിപാവനമായിട്ട് കരുതുന്നുണ്ട് ഈ ഒരു എന്താ പറയുക റൂമിനെ സംബന്ധിച്ച്. പക്ഷേ ഈ റൂമിൻ്റെ സൈഡിലായിട്ടൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറിയൊരു ഗുഹ പോലെ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയാണ് മക്കളെ കിളി പറക്കണ റൂം, അതായത് നമ്മുടെ ജിന്നിൻ്റെ റൂം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിന്നിനും ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളത്. കാരണം ഇതേപോലെ റൂമും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ അത്രയും പ്രാധാന്യം ജിന്നിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ജിന്നിൻ്റെ ഒരു പ്രതീതി കിട്ടാനാണ് ഇതിൽ കുറച്ച് കളർ ലൈറ്റൊക്കെ കൊടുത്ത് നമ്മളെ എന്താ പറയുക കുറച്ച് ഡാർക്ക് അടുപ്പിക്കണേ. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ വളരെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിയിലേക്ക് കുറച്ച് നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ച് പെശകാണ്. നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് പതുക്കാണ് നീങ്ങാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ്. പക്ഷേ എൻ്റെ വൈഫ് ഇവിടെ എന്താ പറയുക സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, എന്തോ കണ്ട് പേടിച്ച പോലെ. ഒറ്റ നോട്ടത്തിൽ ഒരു ഗുഹയിലേക്ക് ഇറങ്ങണ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പുള്ള ഏരിയ ഒക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ചെറിയ വെള്ളം പോണ ഒരു വാതി പോലെ, അതായത് ചെറിയ കനാല് പോലെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ഇമാമിൻ്റെ കല്ലറ വരണത്. അതുപോലെ ഇവിടെ താഴോട്ട് പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഓട്ടോക്കോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ 2 ഇമാമുകളാണ് അടക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറബി അറിയുന്ന ആളുകൾക്കൊക്കെ അതൊന്ന് എന്താ പറയുക ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞാൻ വേറെ കോട്ടകളിലൊന്നും ഇതേപോലെ ശവക്കല്ലറൊക്കെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ചെല്ലണത് ഒരു സ്റ്റോർ റൂം പോലെ ഒരു റൂമിലേക്കാണ്. ഇവിടെ ചെല്ലുമ്പോൾ കുറേ കയറ് കാര്യങ്ങൾ, പായ, അതുപോലെ കുറേ ചാക്കുകളിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ അളന്ന് തൂക്കാനുള്ള എന്താ പറയുക ത്രാസ് കാര്യങ്ങൾ അതിൻ്റെ മോഡലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ അതേ സെയിം ത്രാസ്. പലവ്യഞ്ജനമൊക്കെ ഇട്ടിട്ടുള്ള ചെറിയ പാത്രങ്ങളൊക്കെ മോഡൽ വെച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും കുറേ വെറൈറ്റി ആയിട്ടുള്ള പല ത്രാസുകളും ഇവിടെ കാണുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ പലവ്യഞ്ജനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണ ഒരു സ്റ്റോർ റൂം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇമാമിൻ്റെ ആ ശവക്കല്ലറയുടെ അടുത്ത് വേറൊരു സംഭവം കൂടി കണ്ടു. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. പണ്ടത്തെ കാലത്ത് എന്താ പറയുക ലിപികളിൽ എഴുതുന്നത് കൂടാണ്ട് ഇതേപോലെ ചിത്രങ്ങളായിട്ടും ഇതിൽ അറബി അവർ കൊത്തിയിട്ടുണ്ട്. അതുപോലെ ചിത്രങ്ങളായിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോണ വഴിക്കാണ് നമ്മുടെ കുളിമുറി. അപ്പോൾ നമുക്ക് കുളിമുറിയിൽ കയറിയിട്ടൊന്ന് എന്താ പറയുക കുളിക്കാനുള്ള എന്ത് സെറ്റപ്പൊക്കെ നോക്കാം. കുളിമുറിയിൽ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഉണ്ട്. അതുപോലെ അടിയിൽ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്.
ഇതിപ്പോൾ ഒരു അടിക്കുന്നതാണ്, മോട്ടോർ വെച്ച് അടിക്കുന്നതാണ്. പക്ഷെ മുന്നേ ഇതിനുള്ള എന്തോ സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ തുണികളൊക്കെ ഇടാനുള്ള എന്താ പറയുക ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെയും കുളിമുറി തമ്മിൽ ആകെ ഒരു വ്യത്യാസം ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാം എന്താ പറയുക വാതിലുണ്ട്, ഡോറും കാര്യങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് എന്താണ്ട ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് തോഴിമാരൊക്കെ കാവൽ നിൽക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഡോറൊന്നും വെക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു ഓപ്പൺ ഏരിയ പോലത്തെ ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സൈഡുകളിലായിട്ട് ചെറിയ കനാല് പോലെയൊക്കെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ കൂടുതൽ വായു സഞ്ചാരത്തിനും നല്ല പ്രകാശം കിട്ടാനായിട്ട് മുകളിലുള്ള ഏരിയ ഒക്കെ അവർ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അന്ന് കാലത്ത് ഈ ബിൽഡിംഗ് പണിത ആർക്കിടെക്റ്റിൻ്റെ ഒരു കഴിവായിട്ട് തന്നെ വേണം നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട്. കണ്ട ഈ കനാല് പോണ ഒരു ഏരിയ ആണെങ്കിലും അവിടെ എന്തൊക്കെയോ വേറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവണില്ല പണ്ട് കാലത്ത് അവരെന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. നമുക്ക് എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും കുറച്ചൊന്നും നമുക്കത് കിട്ടണില്ല. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ വീണ്ടും ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു സൂത്രം കാണിച്ചു തരാം. ഇതേ മുകളിലേക്ക് നോക്കിയേ, ഒരാൾ തോക്കും പിടിച്ചിരിക്കുന്നത് കണ്ട അത്രയും. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട ഏതെങ്കിലും ഒരു സീക്രട്ടായിട്ടുള്ള പല അറകളും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ, അതിൽ കൂടെയൊക്കെ വന്ന് ഇരിക്കാവുന്ന ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മോഡലും കൂടി ഇവിടെ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ നിന്ന് നീങ്ങുമ്പോഴാണ് നമ്മൾ സീക്രട്ട് എസ്കേപ്പ് ടണൽ കാണുന്നത്. യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, രാജ്ഞിമാരെയും തോഴിമാരെയും മറ്റുള്ള ആളുകളൊക്കെ സീക്രട്ടായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വല്ല ടണലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ കോട്ട ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എത്തണ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറിയിരുന്ന അതേ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് എത്തുന്നത്. ഇതോടുകൂടി നമ്മുടെ അൽഹൈസം ഫോർട്ടിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.